Good afternoon. Good afternoon. Hello. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. ഇങ്ങനെ എന്റെ ടോപ്പിക് എല്ലാവരും എടുത്തോ? PDF എടുത്തോ? ഫ്രണ്ട് ഓഫീസിന്റെ? Yes, miss. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ചെയ്യുന്ന മാതിരി തന്നെ എല്ലാവർക്കും എന്താ പറയാ ഓർമ്മ കൊടുക്കുകയാണ്. നമുക്ക് 10 മിനിറ്റ്സ് കഴിയുമ്പോൾ ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. നിങ്ങൾ എടുത്ത് നോക്കിയായിരുന്നോ? എടുത്തപ്പോ നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സൊക്കെ? ആരെങ്കിലും പുതിയതായിട്ട് എന്റെ ക്ലാസ് കേൾക്കുന്നവരുണ്ടോ? പേര് സോളിന്നാണ്, ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് ഓഫീസ് ആണ്, ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്. അതാണ്. അപ്പോ PDF ഉള്ളവരൊക്കെ എടുത്തു വെക്കുക. നമ്മള് എടുത്തോടത്തോളം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോ അടുത്തൊരു സെക്ഷനിലേക്ക് കിടക്കാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെല്ലാം റിസപ്ഷനിസ്റ്റിന്റെ കാര്യങ്ങളെല്ലാം ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തു, പഠിച്ചു പോയി. അപ്പോ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ ആ ലാസ്റ്റ് ഭാഗമാണ്. അതിൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ജോബ്, ആ ഡ്യൂട്ടികൾ എന്താണ്, റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു ലാസ്റ്റ് ഭാഗമാണ്. ഇതോടുകൂടി നമ്മുടെ ഫ്രണ്ട് ഓഫീസ് ഈ ക്ലാസ്സോടുകൂടി ഫ്രണ്ട് ഓഫീസിന്റെ ആ ഒരു ചാപ്റ്റർ തീരും. ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നേരത്തെ ഡിസ്കസ് ചെയ്ത കുറെ മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഓക്കെ, ക്ലാസ് തുടങ്ങാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ who works in the hospital front office and manages various tasks. നമുക്കറിയാം ഹോസ്പിറ്റലില് എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തി ഒരുപാട് ടാസ്കുകളൊക്കെ അല്ലെ ഓഫീസിൽ ഒരുപാട് എന്തൊക്കെയാണ് വരുന്നത്, ഇൻഫോർമേഷൻസ് ഒക്കെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ്, അതിൽ വരുന്ന പേഷ്യന്റ് ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മേഖല, അതാണ് നമ്മുടെ മുമ്പിൽ ഈ ക്ലാസ്സിൽ വരുമ്പോൾ ഓർക്കേണ്ടത്. അപ്പൊ ആ ടൈമില് വേരിയസ് ടാസ്കുകളെല്ലാം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അവർക്ക് കുറെ ഇൻഫോർമേഷൻസ് കസ്റ്റമറിന് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഹോസ്പിറ്റലിലെ മറ്റ് ഡിപ്പാർട്ട്മെന്റിനും ഈ റിസപ്ഷനിസ്റ്റ് കൊടുക്കേണ്ടി വരും. ഒരുപാട് ഡിസിഷൻസ് ഒക്കെ ഈ ഇവർ തമ്മിലുള്ള ഇൻഫോർമേഷന്റെ ബേസിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഹി ഓർ ഷീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ബേസിക് ക്ലറിക്കൽ ടാസ്ക് സച്ച് ആസ് ആൻസറിംഗ് ഫോൺസ്, ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് visitors and scheduling appointments in a professional and timely manner. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഫോൺ കോളുകൾ വരും, അവരോടൊക്കെ നല്ല എന്താ പറയാ അവരുടെ ഗ്രീറ്റിംഗ്സ് വിഷസ് ഒക്കെ കൊടുക്കണം. പിന്നെ അത് വിസിറ്റേഴ്സ് വരും, അതായത് പേഷ്യൻസിന്റെ ഒപ്പം ആരെങ്കിലൊക്കെ ബൈസ്റ്റാൻഡറോ അങ്ങനെ ആരെങ്കിലൊക്കെ വരാം, അവരെയൊക്കെ നമ്മൾ അവരെല്ലാം വിഷ് ചെയ്യണം. അത് ഷെഡ്യൂളിങ് അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. പ്രൊഫഷണലി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സ്കിൽ റിസപ്ഷനിസ്റ്റ് ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. അതായത് പേഷ്യന്റ് പറയുന്നത് അനുസരിച്ചിട്ടായിരിക്കണം ഏത് ഡോക്ടറെ കാണണം എന്നൊക്കെ പേഷ്യന്റിനെ അറിയിക്കാനായിട്ട്, കസ്റ്റമറിനെ അറിയിക്കാനായിട്ട്. അതനുസരിച്ച് അവരൊക്കെ അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അത് ടൈംലി മാനർ കൃത്യമായ സമയത്ത് ചില എന്താ പറയുക ക്രിട്ടിക്കൽ സ്റ്റേജുള്ള പേഷ്യൻസ് ഒക്കെ ആണോ എന്ന് നോട്ട് ചെയ്തിട്ട് അവർക്ക് കൃത്യമായ ഒരു ചികിത്സ ഉറപ്പുവരുത്താനൊക്കെ ആയിട്ട് അവര് ശ്രദ്ധിക്കണം. Then most medical receptionists work in a physician's office, dentist office, hospital or another medical facility. അല്ലെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഇപ്പൊ പലതരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലെ. ചില മിക്കവാറും എല്ലാ സ്ഥലങ്ങളിൽ തന്നെ എന്താ പറയാ നമ്മുടെ ഡെന്റൽ കെയർ ഹോസ്പിറ്റൽസ് കാണാം. അപ്പൊ അവിടെയൊക്കെ പ്രത്യേകം റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഏതാണ് നമ്മൾക്ക് ഏത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് വർക്ക് കൈകാര്യം ചെയ്യാം. അപ്പൊ ഡെന്റിസ്റ്റിന്റെ ഓഫീസിലാണ് നമുക്കൊരു റിസപ്ഷനിസ്റ്റിന്റെ എങ്കിൽ
എല്ലാവർക്കും കൊടുക്കുന്ന അത് ഇതേ ഫെസിലിറ്റീസ് തന്നെയാണ്. നമ്മളുടെ വർക്കിനനുസരിച്ച് നമ്മളത് ഫെസിലിറ്റി കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോ അവര് പറയണം സെപ്പറേറ്റ് പറയുന്നതാണ് ഫിസിഷ്യൻസ് ഓഫീസിൽ വരാം, ഡെന്റിസ്റ്റിന്റെ ഓഫീസിൽ വരാം, പിന്നെ അതർ മെഡിക്കൽ ഫെസിലിറ്റീസിലെല്ലാം ഈ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. മീൻ സ്മാളർ ഓഫീസേഴ്സ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ചെറിയ നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ അതിൽ മെയിൻ റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാവും, പിന്നെ ചില ഡിപ്പാർട്ട്മെന്റിൽ സെപ്പറേറ്റ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവും. ഇതന്നെ ചെറിയ ഫേമുകളാണെങ്കിൽ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിൽ ചെല്ലുമ്പോൾ ചിലപ്പോ അവര് വരുന്ന പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ചിലപ്പോൾ ഡോക്ടറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ക്ലിനിക്കൽ ആയിട്ടുള്ള വർക്കുകളും ചെയ്യും, അല്ലെ? ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യും, അതോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്യും. അതായത് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും, ഫോൺ കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യും, ഒപ്പം നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഒപ്പം നിന്നുകൊണ്ടുള്ള ഡ്യൂട്ടീസും ചെയ്യും. അപ്പൊ അത് ഓരോ ഫേമിന്റെ ഓരോ ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. In large offices, they may only be responsible for administrative or clinical duties. So, അവിടെയൊക്കെ വലിയ ഫേമുകളാണെങ്കിൽ നമ്മൾ വലിയ ഹോസ്പിറ്റൽ ഡ്യൂട്ടീസുകളാണ് നമുക്ക് കിട്ടണമെങ്കിൽ അവിടെയൊക്കെ എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ റെസ്പോൺസിബിൾ ആവുന്നത് അഡ്മിനിസ്ട്രേറ്റീവ്. ശരിക്കും പറഞ്ഞാൽ ഇൻഫോർമേഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക, കൃത്യമായ സ്ഥലത്തേക്കൊക്കെ അവരെ അവൈലബിൾ ആക്കുക, എവിടേക്കൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അത് ആ ഇൻഫോർമേഷൻസ് ഒക്കെ കസ്റ്റമറിന് പേഷ്യന്റിന് കൊടുക്കുക എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പൊ അതെല്ലാം വലിയ ഹോസ്പിറ്റലായിരിക്കും. ചില ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ചില ഫേമുകളിൽ ചില കാര്യങ്ങളിലെല്ലാം ക്ലിനിക്കൽ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ക്ലിനിക്കൽ ഡ്യൂട്ടീസും ചെയ്തു പോകുന്നുണ്ട്. The position is referred to as a medical office assistant, medical assistant, receptionist or healthcare administrative profession. അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇത് പഠിച്ചു കഴിയുമ്പോൾ വലിയ ഇതിലേക്കും കയറാം, ചിലപ്പോൾ ചെറുതിലേക്ക് കയറാം. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജോബ്, അല്ലെ? നമ്മുടെ നിയറസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ചല്ലേ നമ്മുടെ ഡ്യൂട്ടിക്ക് കിട്ടുക. അപ്പൊ അതിനനുസരിച്ച് വരുമ്പോൾ നമുക്ക് ഏതാ പോസ്റ്റ് അതനുസരിച്ച് കയറാനായിട്ട് പറ്റും. അപ്പൊ ഇതെല്ലാത്തിന്റെയും ഒരു പേര് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ, അതായത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്, ഇങ്ങനെയെല്ലാം ആവാം. ഏത് ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ ഉൾക്കൊള്ളുക. ഇങ്ങനെ ഇന്ന ഡ്യൂട്ടീസ് ഒക്കെ വരുമ്പോൾ ഞാനത് കോൺഫിഡൻസോടുകൂടി കൈകാര്യം ചെയ്യും. ഇതിന് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകാം. നെക്സ്റ്റ് ഇപ്പൊ പാരഗ്രാഫ് മനസ്സിലായി കാണുന്നു തോന്നുന്നു. ഓക്കേനാ? തമ്പൊക്കെ ഈ പാരഗ്രാഫ് ഡിസ്കസ് ചെയ്ത് മനസ്സിലായോ? ഓക്കെ, കാണുന്നുണ്ട്. തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. എന്തായാലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം കേട്ടോ, സമയം തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. മെയിൻ ആയിട്ടുള്ള ജോലി എന്താണ്, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഈ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ. എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യുന്നത്? Welcomes and greets all patients and visitors personally or over the phone. വെൽക്കം ചെയ്യുക. നമ്മൾ സാധാരണ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഫോണുകളെല്ലാം അല്ലെങ്കിൽ വരുന്നവരെ എല്ലാവരും നമ്മൾ എന്ത് ചെയ്യും, വെൽക്കം ചെയ്യാം. ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് അല്ലെങ്കിൽ പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന പേഷ്യന്റോ അല്ലെങ്കിൽ ആരെങ്കിലും, ചിലപ്പോൾ സന്ദർശകരായിരിക്കാം, ഏതെങ്കിലും ഒരു പേഴ്സണൽ നമ്മൾ വിസിറ്റ് ചെയ്ത് പോകാനായിട്ട് വരുന്നതായിരിക്കാം. അങ്ങനെയുള്ളവരെ ആണെങ്കിലും പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ, ഒന്നല്ലെങ്കിൽ പേഴ്സണലി ആണെങ്കിൽ നമ്മൾ അവരെ വെൽക്കം ചെയ്യുക. അതല്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ കോളിലായിരിക്കും, ഫോണായിരിക്കും വിളിക്കുന്നത്, അതനുസരിച്ച് നമുക്ക് അവരോട് മറുപടി കൊടുക്കുക. എന്ത് വെൽക്കം ചെയ്തുകൊണ്ട് സംസാരിക്കുക, വെൽക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് അടുത്ത നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് the receptionist, even if you cannot verbally greet the patient, getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. ഇതിൽ പറയുന്നത് നമ്മൾ ഒരാളെ വെൽക്കം ചെയ്യണം അല്ലെങ്കിൽ വിഷ് ചെയ്യണം. എന്താ ചെയ്യാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗുഡ് മോർണിംഗ് പറയും, ചിലപ്പോൾ അതിനോടൊപ്പം എന്തെങ്കിലും പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. റിസപ്ഷനിസ്റ്റ് ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്.
ആ ടൈമില് അവർക്ക് നമ്മളുടെ പ്രസൻസ്, അതായത് നാം വെൽക്കം ചെയ്യുന്നത് അവർക്ക് അനുഭവവേദ്യമാക്കണം. ചിലപ്പോ ഒന്ന് വെറുതെ കണ്ണു ഉയർത്തി അവരെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവർക്ക് എന്താ പറയാ വിശ്വസ് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മളിപ്പോ എന്നും കാണുന്ന ഒരു നമ്മളെ ഒറ്റ മണ്ഡലത്തിൽ മനസ്സിലാവും ഈ പേഷ്യന്റ് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും ചോദിക്കൂലേ, അറിയില്ലേ, കുറഞ്ഞില്ലേ, എങ്ങനെ പെയിൻ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അവർക്ക് നമ്മുടെ ഒരു സാമീപ്യം മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു കോണ്ടാക്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അതാണ് പറയുന്നത്. You cannot verbally greet the patient. Getting eye contact with them lets them know you are aware of their presence and will get to them as soon as possible. നമ്മളുടെ പ്രസന്റ് അവർക്ക് ബോധ്യമാകണം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, respond to enquiries by patients, prospective patients and visitors in a courteous manner. നമ്മളെ ഗർഡിയസിന്റെ മീനിങ് ഒക്കെ നേരത്തെ പഠിച്ചു. ഒരാൾ ചോദിച്ചു എന്ന് തോന്നണം. എന്തായാലും വിനയത്തോടു കൂടി സംസാരിക്കുക എന്നൊക്കെ നമ്മൾ എപ്പോഴും കണ്ടിന്യൂസ് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, നെക്സ്റ്റ് മുന്നുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൈകാര്യം ചെയ്ത് അത് തന്നെയാ പറയുന്നത്. റെസ്പോണ്ട് എൻക്വയറീസ് ബൈ പേഷ്യൻസ്, പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ്, അതായത് എന്താ പറയാ പ്രോസ്പെക്റ്റീവ് എന്നുള്ള മീനിങ് എന്താണ്? സാധാരണ രീതിയിലല്ല, അവര് എന്തെങ്കിലും പ്രത്യേകമായിട്ട് നമ്മളോട് പറയുകയാണ്, എന്തെങ്കിലും എടുത്ത് നോക്കുക, എന്തെങ്കിലും ഒരു എന്താ പറയുക, നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി നമ്മളോട് ചോദിച്ചെന്ന് പറയില്ലേ, ഒരു പേഷ്യന്റിന്റെ കാര്യങ്ങൾ അവര് പറയുന്നത് നമ്മള് അത് കേട്ടിട്ട് അത് ഇന്ന അസുഖമാകാം, ഇന്ന ഡോക്ടറെയാണ് അത് സജസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു വീക്ഷണത്തോടു കൂടിയിട്ട് നമ്മൾ പേഷ്യന്റിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നില്ല അല്ലെ, പേഷ്യൻസിന് ചിലർക്ക് ഏത് ഡോക്ടറെ കാണണം എന്നുള്ളതൊന്നും കൃത്യമായിട്ട് അറിയണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരോട് ഒരു കൃത്യമായ മറുപടി പറയാനായിട്ട്, അത് ഉൾപ്പെട്ട് അവർ പറയുന്നതൊക്കെ ലിസൺ ചെയ്തിട്ട് അവർക്ക് ഒരു കൃത്യമായ മറുപടി പറയാനായിട്ട് അതിനെയാണ് പറയുന്നത് ഒരു ദീർഘവീക്ഷണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ വിസിറ്റേഴ്സിനെ courteous manner, വിസിറ്റേഴ്സിനോടെല്ലാം വളരെ വിനയത്തോടുകൂടി സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതന്നെ അടുത്തത് ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, കുറെയൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ സ്പീഡിൽ മനസ്സിലായി പോകുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ചിലപ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കൂടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരേ റേഞ്ച് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വിവരിക്കുന്നത്. ചിലർക്കൊന്നും ഇതെന്താ ഉൾക്കൊള്ളാനും ശരിയില്ല, ഇത് നമുക്കും വായിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ലേ എന്ന് തോന്നും. എന്നാലും നിങ്ങളത് ക്യാച്ച് ചെയ്ത് ഇപ്പൊ തന്നെ പോവുക. അപ്പൊ എക്സാം ഹാളിൽ മാത്രം നോക്കിയാൽ മതിയോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ് പ്രോട്ടോകോൾസ്. രജിസ്റ്റർ ചെയ്യുക, പേഷ്യൻസിന്റെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യുക അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. ശരിക്കും നമുക്കറിയാലേ, ഒരു പേഷ്യന്റിന്റെ ഇത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് അടുത്ത പേഷ്യന്റ്, അതായത് ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെതായ പ്രോട്ടോകോൾസ് ഉണ്ട്, അതനുസരിച്ച് നമ്മളെ രജിസ്റ്റർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. തന്നെ assist patients to complete all necessary forms and documentation, including medical insurance. Assistant patient to complete all necessary forms. അപ്പം ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് പറയും പിന്നെ എല്ലാ ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യണം, ഇത് ഇങ്ങനെ കാര്യം ചില കാര്യം ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഫോമുകളൊക്കെ ഫില്ല് ചെയ്യണം. അത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കിയത്, ഏതൊക്കെ ആരെയാണ് അവിടെ എന്താ ബൈസ്റ്റാൻഡർ ആയിട്ട് വെക്കേണ്ടത്, അതെല്ലാം നമ്മളോട് പറയും. അപ്പൊ അവരെ അസിസ്റ്റ് ചെയ്യാം. പേഷ്യന്റിന് നമുക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം, ഫോമുകളും ഡോക്യുമെന്റേഷനും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. ഹലോ, അപ്പൊ നമുക്ക് നോക്കാം.
എന്താ പറഞ്ഞ അസിസ്റ്റ് പേഷ്യൻസ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ആൻഡ് ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ഇതിന്റെ ഫോം എന്താണ്, നമുക്കുള്ള ഇൻഷുറൻസ് പാക്കേജ് എന്നൊക്കെ അതിൽ രേഖപ്പെടുത്തേണ്ട കുറെ ഫോമുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടേ, അങ്ങനെ കുറെ നിർദ്ദേശങ്ങളെല്ലാം അവർക്ക് കൊടുക്കുക. നെക്സ്റ്റ്, ensure patient to complete all necessary forms and documentation including medical insurance. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. നെക്സ്റ്റില് പറയുന്നത് ഈ ഫോമുകളും എല്ലാം തന്നെ അത് ഇൻക്ലൂഡിങ് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഫോമുകൾ വരെ അതിൻ്റെതായ ഡീറ്റെയിൽസ് വരെ കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫോം കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ensure patient's information is accurate including billing information. എൻഷുർ നമ്മൾ ഉറപ്പ് വരുത്തുക. എൻഷുർ എന്ന് വെച്ചാൽ ഉറപ്പ് വരുത്തുക. എന്ത് പേഷ്യൻസിന്റെ ഇൻഫോർമേഷൻ ഈസ് ആക്യുറേറ്റ്, അത് കൃത്യതയുള്ളതാണ്. ആക്യുറേറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായി തന്നെയാണ് രേഖപ്പെടുത്തിയെന്ന് ഉറപ്പ് വരുത്തുക. ഇൻക്ലൂഡിംഗ് ബില്ലിംഗ് ഇൻഫോർമേഷൻ, ഒപ്പം തന്നെ ബില്ലിംഗിൽ കൊടുത്തിരിക്കുന്ന ഇൻഷുറൻസ് എല്ലാം കൃത്യമായിട്ടാണ് ഇന്ന ഇൻഷുറൻസ് പാക്കേജ് ആണ്, അതല്ലെങ്കിൽ ഇത്രയും എന്താ പറയാ ചിലപ്പോൾ ഈ WNS അതൊക്കെ ഒരു എന്താ പറയുക ഇത്രയും ഇൻകം ഉള്ള വ്യക്തികൾക്ക് അതെല്ലാം കൃത്യമായി തന്നെയാണ് രേഖപ്പെടുത്തിയെന്നൊക്കെ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസി. ഇൻഫോം ചെയ്യുക എന്താ മെഡിക്കൽ ഓഫീസ് പ്രൊസീജിയേഴ്സ് ഇന്ന രീതിയിലാണ് ഈ പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങളും കൂടി നമ്മൾ വിവരിച്ചു കൊടുക്കണമല്ലോ. ഇപ്പൊ ഇത്തരം പേഷ്യന്റിന് ഇന്ന കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരം ബില്ലുകളെല്ലാം വെച്ച് ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് ഇതിന്റെ പോളിസി, ഇതാണ് ഈ രീതി, എന്താണ് ഇങ്ങനെയുള്ള ഇവിടുത്തെ സിസ്റ്റം എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ഈ പേഷ്യന്റിനെ കറക്റ്റ് ആയിട്ട് അറിയിച്ചിരിക്കുക. ദെൻ മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യൻസ് റെക്കോർഡ്. എന്താ ചെയ്യാം, പേഷ്യന്റിന്റെ റെക്കോർഡുകളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാല് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയത് എല്ലാം കൃത്യമായ സ്ഥലങ്ങളിലൊക്കെ എത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾ. ആ പേഷ്യൻസിനെല്ലാം അപ്പോയിന്റ്മെന്റുകൾ ചെയ്യണം അല്ലെ. നമ്മളിപ്പോ കുറെ ടിക്കറ്റുകൾ എല്ലാവരും ശരിയെടുത്തിട്ട് അവർക്കൊക്കെ കൃത്യമായിട്ട് അവരെ ഒന്നും കൂടുതൽ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ ചിലപ്പോ എന്താ പറയുന്ന ഡോക്ടറെ കാണുന്നത് മാത്രമല്ല സ്കാനിങ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ലാബ് പ്ലേസ് ഇങ്ങനെ എവിടെയും നമ്മള് കൂടുതലൊന്നും വെയിറ്റ് ചെയ്യിപ്പിക്കാതെയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ്യൂൾ രീതിയിലായിരിക്കും അവർ ക്രമീകരിക്കുന്നത്. അതെല്ലാം കൃത്യമായി ചെയ്യുക. Then facilitate patient's flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. നേരത്തെ പറഞ്ഞു തന്നെയാണ്, പക്ഷെ ഇവിടെ വീണ്ടും പറയാതെ കമ്മ്യൂണിക്കേറ്റ് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇന്ന പേഷ്യന്റ് ഞങ്ങൾ വിടുന്നുണ്ട്, ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പുകളുണ്ട് അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം മറ്റു ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ആയിട്ട്. ചിലപ്പോൾ റിസപ്ഷൻ ഇവിടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് ഇത്രയും ഡ്യൂട്ടികൾ ഏത് ഡ്യൂട്ടിയാണോ ആ ഡ്യൂട്ടിക്ക് അനുസരിച്ച് അവരത് ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പോ അത്തരം പ്രവൃത്തികൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് പറയുന്നത് ആൻസറിങ് ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽസ് വിത്ത് ദ എൻക്വയറീസ്. അപ്പോ നമ്മൾ എന്താ പറയുന്നത് അടുത്ത പോയിന്റ് പറയുന്നത് എന്തൊക്കെയാ കോളുകൾ വരുമ്പോൾ നമുക്ക് വരുന്ന കോളുകൾക്കെല്ലാം ആൻസർ കൊടുക്കുക. ഡീൽ വിത്ത് അവര് ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം എന്തൊക്കെയാണ് ഇൻഫോർമേഷൻസ് പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമർ ചോദിക്കുന്നത് അതിനെല്ലാം കൃത്യമായി ആൻസർ കൊടുക്കുക. ആൻസേഴ്സ് ദ ഫോൺ വൈൽ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഫോൺ മാനർ യൂസിങ് പ്രോപ്പർ ടെലിഫോൺ എഡ്യൂക്കേറ്റ്. അപ്പൊ ഇതെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി എഡ്യൂക്കേറ്റ് അല്ലെ, മര്യാദ ഫോണിന്റെ മര്യാദ രീതി അനുസരിച്ച് തന്നെ വേണം നമ്മൾ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനായിട്ട്. അപ്പൊ പൊളൈറ്റായിരിക്കും അവരോടൊന്നും ദേഷ്യപ്പെട്ടൊന്നല്ല സംസാരിക്കേണ്ടത്, വളരെ മര്യാദയോടുകൂടി ഫോണുകളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ട്രാൻസ്ഫർ കോൾസ് ആർ റിക്വയർഡ്. നമുക്ക് എന്തെങ്കിലും കോളുകളെല്ലാം മറ്റു നമ്മൾ പറയില്ലേ ഞാൻ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്ത് തരാം കേട്ടോ, അവിടെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഷ്യൻസിനോട് പറയാറില്ല. അതാണ് ട്രാൻസ്ഫർ കോൾസ് ആസ് റിക്വയർഡ്. അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുക. കളക്ട് കോ പേസ് ആൻഡ് പേയ്മെന്റ്സ്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞു ചിലവർക്കാണ് ചില ഡ്യൂട്ടികൾ ഉണ്ടാവാം, ചില റിസപ്ഷനിസ്റ്റിന് ചില ഡ്യൂട്ടികൾ കൂടുതൽ ഉണ്ടാവാം. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും പേയ്മെന്റ്സ് ബില്ലുകളെല്ലാം പേ ചെയ്യേണ്ടതുണ്ടെങ്കിലോ അതല്ലെങ്കിലോ മറ്റ് എന്തെങ്കിലും ഇപ്പൊ സ്കാനിങ് ചെയ്യുന്നതിന്റെ ഒപ്പം അത്തരത്തിലുള്ള ബില്ലും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കോപ്പീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യുക. ദെൻ റിപ്പോർട്ട് സ്റ്റാറ്റിക്സ് ആൻഡ് റിക്വയർഡ്.
ചിലപ്പോഴൊക്കെ ഇത്ര പെർസെന്റേജ് കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് ആയി ഇത്രയും ഫണ്ട് ഇത്രയും കാര്യങ്ങൾ ഇത്രയും നാളത്തെ അഡ്വാൻസ് അടച്ചിട്ടുണ്ട് അതൊക്കെ ഒരു സ്റ്റാറ്റിക്കൽ റിപ്പോർട്ടൊക്കെ ചോദിക്കും. എത്ര ശതമാനം കഴിഞ്ഞു, എത്ര ശതമാനത്തിന്റെ ഇത് എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ സ്റ്റാറ്റിക്സ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുക. ദെൻ ഷെഡ്യൂൾ ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ടെസ്റ്റ്, സ്കാൻസ് ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. അപ്പൊ അതേമാതിരി തന്നെ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ അഡ്മിഷൻ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അതന്നെ ടെസ്റ്റുകൾ, എന്തൊക്കെ ടെസ്റ്റുകൾ, വ്യത്യസ്ത പേഷ്യൻസിന് വ്യത്യസ്ത ടെസ്റ്റുകളായിരിക്കും. ഇത്തരം ടെസ്റ്റുകൾ മാത്രമേ ഈ ഉച്ചയ്ക്ക് അല്ലെ നമ്മൾ മിക്കവാറും ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇത് ഇനി ടെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ റിപ്പോർട്ട് കളക്ഷന് പോകില്ല കേട്ടോ, നെക്സ്റ്റ് ഡേ ആണ് ഇതിന്റെ റിപ്പോർട്ട് കിട്ടുള്ളൂ എന്നൊക്കെ നമ്മളോട് ഇൻഫോം ചെയ്യാറില്ലേ. അത് തന്നെയാ പറയുന്നത്. അതെല്ലാം ഷെഡ്യൂൾ ചെയ്യുക. സ്കാനുകളും അങ്ങനെ തന്നെ. ആൻഡ് ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്. ചിലപ്പോഴൊക്കെ ചില ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യാ, ഒരു വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സിനൊക്കെ കൊടുക്കും അല്ലെ, ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതെല്ലാം ഷെഡ്യൂൾ ചെയ്യുക. The next, obtain external medical reports as required by medical professionals. Obtain external medical reports. നേരത്തെ പറഞ്ഞ മാതിരി ഔട്ട്സൈഡിനെ കൊണ്ട് എല്ലാ റിപ്പോർട്ട്സുകളും കളക്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം obtain ചെയ്യുക. Required by medical professionals. അത് മിക്കവാറും ഏതെങ്കിലും ഡോക്ടേഴ്സിന്റെ ഒരു ഇത് കൊണ്ടായിരിക്കും നമ്മൾ പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് നിർദ്ദേശം കിട്ടുക അല്ലെ. അതനുസരിച്ച് ആ നിർദ്ദേശം വായിച്ചിട്ട് അവർക്ക് അതിനനുസരിച്ചായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ട് ആ റിപ്പോർട്ടുകൾ റിക്വയർഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വിടാനായിട്ട് ശ്രമിക്കുക. റെസ്പോണ്ട് ആൻഡ് കംപ്ലൈ ടു റിക്വസ്റ്റ് ഫോർ ഇൻഫോർമേഷൻ. അതേമാതിരി തന്നെ റെസ്പോണ്ട് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ റിക്വസ്റ്റ് ആണ്, എന്തൊക്കെ അപേക്ഷകളാണ് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ വെള്ളമില്ല, ആ റൂമിൽ ഇത്രയും ഫെസിലിറ്റീസ് ഇല്ല, അപ്പൊ എന്തൊക്കെയാണോ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുക. നമുക്ക് അറിയാം വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും അല്ലെ. പേഷ്യൻസിന് വന്നിരിക്കുന്ന നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഏത് കസ്റ്റമറിനും എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് റിസപ്ഷനിസ്റ്റ് അത് ഹാൻഡിൽ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കണം. അപ്പൊ അത് തന്നെയാണ് അവര് മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. ഡീൽ വിത്ത് ഇൻകമിങ് വരുന്നതും ഔട്ട് ഗോയിങ് പോസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ പേഷ്യന്റിന്റെ വരുമ്പോ മാത്രമല്ല നമ്മൾ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത് അല്ലെ, പുറത്തേക്ക് അവരെ പറഞ്ഞയക്കുമ്പോഴും അവരുടെ ടൈമിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന ടൈമിൽ കുറെ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഡീൽ ചെയ്യുക. ദെൻ കംപ്ലീറ്റ് അതർ ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. എന്തെങ്കിലും മറ്റേതെങ്കിലും ക്ലിനിക്കൽ ഡ്യൂട്ടീസ് നമുക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം, അതായത് റിസപ്ഷനിസ്റ്റിനെ ബാധിക്കുന്നതായ കാര്യങ്ങളെല്ലാം അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ശ്രമിക്കണം. ദെൻ മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് റിപ്പീറ്റ്ലി സ്റ്റോക്ക്ഡ് ബൈ എക്സ്പെക്ടിങ് ഇൻവെന്ററി നീഡ്സ്, പ്ലേസിംഗ് ഓർഡേഴ്സ് ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്. പറഞ്ഞ വ്യത്യസ്ത റിസപ്ഷനിസ്റ്റിന് വ്യത്യസ്ത ഡ്യൂട്ടീസ് ആയിരിക്കും. ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളും കൂടി ചിലപ്പോ ചെയ്യേണ്ടതായിട്ട് വരും. ഇൻവെന്ററി എന്നൊക്കെ പറഞ്ഞ സ്റ്റോക്ക്. അപ്പൊ ചില എന്തെങ്കിലും കണ്ടിട്ടില്ലേ, ഇത്ര ബില്ലിൽ തന്നെ നമുക്ക് കാണാം ഓപ്പറേഷന് മുമ്പ് ഇത്ര സാധനങ്ങളൊക്കെ വേണം, ഇത്ര എക്യുപ്മെന്റ്സ് ഒക്കെ ഇവിടെ ആവശ്യമുണ്ട്, ഇതിനൊക്കെ മുമ്പ് അത് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇൻവെന്ററി നീഡ്സ്, പ്ലേസിംഗ് ഓർഡേഴ്സ് ആൻഡ് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സ്. ഇതെല്ലാം എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് അഡിക്കേറ്റഡ്. നമുക്ക് മെഡിക്കൽ ഓഫീസിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമ്മള് സ്റ്റോക്ക് കിട്ടേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇൻഫോം ചെയ്താലേ കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ആ ഇതിലേക്ക് കൊടുക്കണം അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ്. അവിടെ നിന്നും ഡോക്ടർ, നഴ്സ്, ലാബിൽ നിന്ന് കുറെ ഇതുകള് എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണിത്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് അതനുസരിച്ച് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യണം. അവിടെ ഇൻവെന്ററിയും അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഒരു ചുമതല കൂടി വരികയാണെങ്കിൽ അതും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. Ensure that reception area is well maintained and neat and clean. നമുക്ക് എല്ലാവരും അറിയാം നമ്മുടെ ഏരിയകളൊക്കെ എന്താണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെല്ലായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. The next, safeguard patient privacy and confidentiality. Protect patient confidentiality, making sure that the protected health information is secured by not leaving PHI in a plain
sight and longing of the computer before leaving it unattended. ഇതൊരു കുഞ്ഞ പാരഗ്രാഫാണ്. ഇതെന്താന്ന് നമ്മൾ ശ്രദ്ധിക്കാം. ഇതുവരെ നമുക്കൊന്ന് ജസ്റ്റ് വായിച്ചു പോയാൽ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുള്ളതല്ല. എന്നാലും ഇത് ശ്രദ്ധിക്കുക. അതായത് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി ആൻഡ് കോൺഫിഡന്റലിറ്റി, അതായത് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡന്റലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഈസ് സെക്യൂർഡ്. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം സെക്യൂർഡ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഉറപ്പുണ്ടാവണം അല്ലെ. അതെങ്ങനെയാ അവർ കൈകാര്യം ചെയ്യുന്നത്? ബൈ നോട്ട് ലിവിംഗ് PHI ഇൻ പ്ലെയിൻ സൈറ്റ്. സാധാരണ മറ്റുള്ളവർക്ക് അത് ഹാൻഡിൽ ചെയ്താൽ, ഇപ്പൊ നമുക്കറിയാം ടെക്നിക്കലായിട്ടുള്ള കുറെ ഇന്നോവേഷൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ടെക്നിക്കലായിട്ട് ഉയർന്നേക്കുന്ന കാരണം എന്താ ശരിയാ, അവരുടെ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആ ഡിപ്പാർട്ട്മെന്റിനൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റു പിള്ളേർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാവില്ല. അത്തരത്തിലുള്ള ഒരു സിസ്റ്റം, ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും അവരൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള അറിവെല്ലാം റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അതായത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ നമ്മുടെ ഇൻഫോർമേഷൻസ് ഒന്നും അല്ലെങ്കിൽ മറ്റ് മേഖലകളിലേക്കൊന്നും ഈ ഇൻഫോർമേഷൻസ് ഒന്നും വായിക്കുന്ന രീതി, ചിലതൊക്കെ പ്രൈവസി ആയിട്ട് സ്വീകരിക്കേണ്ടതും സൂക്ഷിക്കേണ്ടതും ഉണ്ടാവും. അതിന് അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഈ PHI ഇൻ പ്ലെയിൻ സൈറ്റ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ അത് എന്താണെന്ന് മനസ്സിലാവില്ല. ആൻഡ് ലോഗിംഗ് ഓഫ് ദ കമ്പ്യൂട്ടർ ബിഫോർ ലീവിംഗ് ഇറ്റ് അൺഅറ്റൻഡഡ്. അത് അവർക്ക് അത് യൂസ് ചെയ്യുന്നവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ റിസപ്ഷനിസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയിട്ടുള്ള ജസ്റ്റ് നോക്കി നിങ്ങൾ എങ്ങനെ മനസ്സിലാവുന്നുണ്ടോ നോക്കി, എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട് ഉണ്ടോ? എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാന്നല്ല ഇവിടുന്നെല്ലാം എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാന്ന് വെച്ചാൽ എന്തായാലും 3-5 ക്വസ്റ്റ്യൻ ഞാൻ എന്തായാലും മോക്ക് ടെസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾ വായിക്കുമ്പോ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ഇനിയിപ്പോ ഇതിൽ നിന്നെല്ലാം എന്താണ് ചെറിയൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഇല്ലേ? എന്താണ് എന്തെങ്കിലും സേഫ്റ്റി കോർണറിൽ നിങ്ങൾ ഇതാ യൂസ് ചെയ്യുന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതാമത്തെ ഒരു സിസ്റ്റം അല്ലെ. അതേമാതിരി തന്നെ ഇതെല്ലാം ഇതിൽ പെട്ടതാണോ, റെസ്പോൺസിബിലിറ്റി പെട്ടതാണെന്നൊക്കെ വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതറിയണം അല്ലെ. ഇതറിഞ്ഞാൽ മാത്രമല്ലേ റെസ്പോൺസിബിലിറ്റി പെട്ടതാണെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചു പോവാം. നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് എന്തായാലും ക്ലിക്ക് ചെയ്യുന്നൊരു തന്നെയായിരിക്കും. 5th പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യാമോ? 5th പോയിന്റ് എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് existing patients demographic by collecting detailed patient information that includes personal and financial information. First, register no patient and update. അതായത് പുതിയ പേഷ്യന്റിനെ അപ്ഡേറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. and update existing patient demographics by collecting detailed patient information that includes personal and financial information. അതായത് നിലവിലുള്ള പേഷ്യന്റിനെ സംബന്ധിച്ച് അവരുടെ ഫിനാൻഷ്യലി ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടന്ന നിലവിലുള്ള സ്റ്റേജിലെല്ലാം അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ പേഷ്യൻസിനെയും ഇവർ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം. അതാണ് പറയുന്നത് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫിക്സ് ബൈ കളക്ടിങ് ഡീറ്റെയിൽസ് പേഷ്യൻസ്, അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും ഒപ്പം തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസും എല്ലാം അവരെ അപ്ഡേറ്റ് ചെയ്ത് പോവുക. ഒപ്പം ന്യൂ പേഷ്യൻസിനെയും രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. അത് റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? ഈ ഡൗട്ട് ക്ലിയർ ആയോ? നാളെ ചോദിച്ചതോ 5th പോയിന്റ് പറയാനായിട്ട് കിട്ടിയായിരുന്നോ? ഓക്കെ എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് ഒന്നും കൂടി പറയാനായിട്ട് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊന്നുകൂടി പറയാം. അത് ഇത്രയാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന ഒരു പേഷ്യന്റ് അല്ലെങ്കിൽ കസ്റ്റമർ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് അത് ക്ലിയർ ആയിരിക്കണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നമ്മൾ എപ്പോഴും കുറെ ഇൻഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് ഇവർ ഡോക്ടറിനെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പേഴ്സണൽ ആയിട്ട് കൊടുക്കുന്ന ഈ ഇൻഫോർമേഷൻസ് എല്ലാം എല്ലാവർക്കും എന്താ പറയുക ഫ്രീ ആയിട്ട് മറ്റുള്ളവർക്കും അത് മറ്റുള്ളവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായെങ്കിൽ അവര് വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള
ഒരു സാധ്യത ഇവിടെ ഉണ്ടാവരുത്, ഹോസ്പിറ്റലിലെ റിസപ്ഷനിസ്റ്റിൽ നിന്ന് ഉണ്ടാവരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവര് എന്താ ഹോസ്പിറ്റലുകാർ തന്നെ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കീപ്പിംഗ് അവിടെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ PHI ഇൻ പ്ലെയിൻ സൈറ്റ് തന്നെ നമ്മൾക്കൊന്നും പുറത്തുനിന്നുള്ള ആര് കയറിയാലും അത് പെട്ടെന്ന് വായിച്ച് മനസ്സിലാവില്ല. അതേസമയം ഹോസ്പിറ്റലിലെ സോഫ്റ്റ്വെയറിൽ അത് ഉണ്ടാകും. അത് വായിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനോ മറ്റുള്ളവർക്കൊക്കെ ചെയ്യാനൊക്കെ അത് എത്തേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ മാത്രം ക്ലിയർ ആവുന്ന ഒരു രീതി അത് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടാവും, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അതാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അതാ ഇന്ന സാധനങ്ങൾ ഇന്ന ഹെഡിലേക്ക് ഇടണം, ഇന്ന മേഖലയിലേക്ക് നമ്മളത് എന്താ പറയുക റെക്കോർഡ് ചെയ്ത് കേൾക്കണം എന്നൊക്കെയുള്ള കാര്യം അറിഞ്ഞാലല്ലേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യാനായിട്ട് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് അത് ശ്രദ്ധിക്കണം. ഓക്കെയാണോ? ലാസ്റ്റ് പോയിന്റ് മനസ്സിലായോ? ഓക്കെ, ഞാൻ ഈ എന്തെങ്കിലും നമുക്ക് ലാസ്റ്റ് ടൈമിൽ നോക്കാം അല്ലെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് പറയുന്നത് സ്കിൽസ്. അതായത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഒരു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങൾ, അതായത് റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ ഉത്തരവാദിത്തം, ഡ്യൂട്ടീസ് എന്നൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ അറിയാം. അതേപോലെ തന്നെ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിവുകളാണ് അല്ലെ. ഇന്ന് ഒരുപാട് നമുക്ക് നോളജ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ ഓരോരുത്തരും ജോലി കിട്ടണമെന്നില്ല. നമ്മൾ എന്താ സ്കില്ല് ഏബിൾ ആയിട്ടുള്ള വ്യക്തികളായിരിക്കണം അല്ലെ, നമുക്ക് കുറെ കഴിവുണ്ടായിരിക്കാം. അത് അങ്ങനെ എപ്പോഴും നമുക്ക് പ്രാക്ടീസിലൂടെ തന്നെ വേണമെന്നൊന്നുമില്ല. കാരണം നമ്മുടെ ഈ റിസപ്ഷനിസ്റ്റിന് വേണ്ട കഴിവുകളൊന്നും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന് എപ്പോഴും പ്രാക്ടീസിന് പോകുന്ന വേണ്ട, നമ്മളോ സ്വമേധയാ നേടിയെടുക്കാൻ നോക്കാം. ടെലിഫോൺ എറ്റിക്വേറ്റ്, കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, ദ മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിംഗ്, ഓർഗനൈസേഷൻ, ഷെഡ്യൂളിംഗ്, ഇതൊക്കെ എന്താ സ്കിൽസിൽ പെടുന്നതാണ്. ഇതൊക്കെ നോക്കി നമ്മൾ പ്രത്യേകം എക്സ്പീരിയൻസിനൊക്കെ പോകേണ്ടി വരും ഇല്ല. ബേസിക് വേർഡ്സ് ആരോ എന്നോട് കമ്പ്യൂട്ടർ പഠിക്കണമെന്നൊക്കെ ചോദിച്ചു. ശരിക്കും ബേസിക് വേർഡ്സ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പൊ വേണ്ട നമ്മള് എന്താ പറയാ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിലൊക്കെ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലായിട്ട് നമുക്ക് അതായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ ഉണ്ടെങ്കിലും പിന്നീട് നമ്മൾ അതിലേക്ക് എക്സ്പീരിയൻസ്ഡ് ആവും. അപ്പൊ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അതേമാതിരി തന്നെ കൽപ്പനയ്ക്ക് നമ്മൾ സാധാരണ രീതിയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ പാലിച്ചു പോയാൽ മതി ഇതെല്ലാം. അപ്പോൾ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നേടിയെടുക്കും. കസ്റ്റമർ സർവീസ് നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് നമ്മൾ എപ്പോഴും എന്താ പറയുക പോസിറ്റീവ് ആയിട്ടൊന്ന് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ കസ്റ്റമർ സർവീസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിനെ കുറിച്ച് കസ്റ്റമറിന് നമുക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുകയാണല്ലോ. അവിടുത്തെ സർവീസ് കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാം മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി നേടുക, മൾട്ടി ടാസ്കിങ് ഒരു കാര്യം തന്നെ പല കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് നേടുക, ഓർഗനൈസേഷൻ ഷെഡ്യൂൾ, ഇതൊക്കെ തന്നെയാണ് താഴേക്ക് പറയുന്നത്. അപ്പോ ഇതെല്ലാം നമുക്ക് ഒറ്റയടിക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നേ നേടിയെടുത്ത് പിന്നെ ചിലപ്പോ എവിടെയെങ്കിലും കിട്ടുന്ന അവസരത്തില് നമുക്ക് കിട്ടുകയാണ്. 2-3 മാസമൊക്കെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇതൊന്നും നമ്മൾ കയറൂല. കാരണം എന്താണ്, നമുക്ക് ആ സ്കില്ല് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഒരു കഴിവ് എവിടെയും ഏബിളാണ് കൂടുതൽ ആവശ്യം, നമുക്ക് നോളജിനേക്കാളും എബിലിറ്റിയും കൂടി അതിന്റെ ആ ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈമിങ്ങിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് സമ്പാദിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പരമാവധി നേടാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് തുടങ്ങി നോക്കാം താഴേക്ക് എന്താന്ന്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്താ ആദ്യം വേണ്ടത്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് നമുക്കറിയാം അല്ലെ, നമ്മൾ പറയുന്ന കാര്യങ്ങള് മറ്റുള്ളവർക്കും അവര് പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാനായിട്ട് നമുക്കും കഴിവുണ്ടെങ്കിൽ മാത്രമേ അതൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉള്ള വ്യക്തിയെന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഒരു എന്താ പറയുക കസ്റ്റമർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്രഹിച്ചിട്ട് അതിൽ നിന്നും ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കൃത്യമായ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നത്, സജഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഏത് ഡോക്ടറിൽ നിന്നൊക്കെ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. അതായത് നമുക്ക് അവരെ ലിസൺ ചെയ്യാനായിട്ട്, അവരെ കേൾക്കാനായിട്ട്, എഫക്റ്റീവ്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യക്ഷമമായിട്ട് തന്നെ കേൾക്കാനായിട്ട് നമ്മൾക്ക് കഴിവുണ്ടായിരിക്കണം, ഏബിൾ ആയിരിക്കണം. ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ്, ഓരോരുത്തരോട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാനും പറ്റണം അല്ലെ. ആരാണ് നമ്മുടെ മുമ്പിലെ കസ്റ്റമർ ആയിട്ട് വന്നിരിക്കുന്നത് അവരെ ക്ലിയർ ആയിട്ട് കേൾക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടായിരിക്കണം.
ആർട്ടിക്കുലേറ്റ് മാനർ, കാരണം അവരുദ്ദേശിക്കുന്ന അതേ മാനറിൽ നമുക്ക് കേൾക്കാൻ കഴിവുള്ളതാണ്. അതാണ് അതിന്റെ പ്രത്യേകത. എന്നാലാണ് നമുക്ക് അതിനെ ശ്രദ്ധിച്ചു. ഇപ്പൊ ഒരു രോഗിക്ക് ആ വ്യക്തിയുടെ രോഗത്തിന് പറ്റിയ ചികിത്സ നൽകുന്ന ഡോക്ടറെ നിർണ്ണയിക്കാൻ ചിലപ്പോൾ ആ വ്യക്തിക്ക് കഴിയുന്നതായിരിക്കില്ല. ചിലപ്പോൾ പോസിറ്റീവുള്ള വ്യക്തികളായിരിക്കും കേട്ടോ. അങ്ങനെ എല്ലാവരും അങ്ങനെ എന്താ പറയുക ഏത് ഡോക്ടറെ കാണണം എന്നുള്ള ഒരു കഴിവ് കൂടിയിട്ടാണെങ്കിൽ വിസിറ്റ് ചെയ്യാൻ വന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മൾ എന്താ പറയുക, നമുക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി, കഴിവ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ കൂടെയാണ് ഇത് സാധിക്കുക അല്ലെ. നമ്മൾ ആശയവിനിമയം നടത്തുമ്പോഴാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആശയവിനിമയം, ആ കമ്മ്യൂണിക്കേഷനിൽ കൂടിയാണ് ഇത് നമുക്ക് സാധിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പൊ അതുണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. അതായത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഫോർമേഷൻസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ വ്യക്തിയുടെ പേര്, നാട്, എന്താ പറയാ, ഏജ്, ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ നാച്ചുറലിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിൽ കൂടുതൽ നമുക്ക് ഏത് ഡോക്ടറിനെയാണ് കാണുന്നതെന്നും എന്താണ് ആ വ്യക്തിക്കുള്ള രോഗം എന്നൊക്കെ കളക്ട് ചെയ്യണമെങ്കിൽ എന്താണത് നല്ല രീതിയിലായിരിക്കും കളക്ഷൻ നടത്തേണ്ടത്. അതിനുള്ള കഴിവ് നേരത്തെ പറഞ്ഞത് കമ്മ്യൂണിക്കേഷനിൽ കൂടെയുള്ള ആ കളക്ഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻഫോർമേഷൻസ് നേടിയെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കണം. ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്. അതുകൊണ്ടാണ് പറയുന്നത് ആ ഡാറ്റാസ് വെച്ചിട്ട് ഓർഗനൈസ് ചെയ്യാൻ, ആരെ കാണണം, ആരെയാണ് ആദ്യം കാണേണ്ടത്, അതിനുശേഷം എന്ത് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പറയില്ലേ നമ്മൾ എക്സ്റേ എടുത്തിട്ട് നിങ്ങൾ ആ ഡോക്ടറെ കാണണം, പക്ഷെ അതുമായി ബന്ധപ്പെട്ടത് അത് ചെയ്തതിന് ശേഷം ഡോക്ടറെ കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പൊ അത് കളഞ്ഞെടുക്കാനുള്ള, കൊടുക്കാനുള്ള ഒരു ഇത്, അത് ചിലപ്പോ ചില ഡോക്ടേഴ്സിനെ കണ്ടതിന് ശേഷം മാത്രമേ എക്സ്റേ ഏതാണെന്ന് നിർണ്ണയിക്കാൻ സാധിക്കുള്ളൂ. ചിലപ്പോ ഡോക്ടറിന്റെ വിസിറ്റിംഗ് ടൈമും അതും ഇതൊക്കെ അനുസരിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ. അപ്പൊ ഏത് രീതിയിലാണ് അവർ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളത്, ചിലപ്പോൾ കാഷ്വാലിറ്റിനെ കാണിച്ചിട്ട് നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ടൈമിൽ എങ്ങനെ ചെയ്യും, ഇപ്പോഴത്തെ സമയം കഴിഞ്ഞതൊക്കെ. അപ്പോ അർജന്റ് കേസാണോ എന്നൊക്കെ നോട്ടിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു അങ്ങനെ ഇൻഫോർമേഷൻസ് നേടിയിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ, കഴിവ് ആർക്കുണ്ടായിരിക്കണം, റിസപ്ഷനിസ്റ്റിനും ഉണ്ടായിരിക്കണം. ദെൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, അതായത് ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റീസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. ഇത് തന്നെയാണ് പറയുന്നത്. എന്താ പറയുന്നത്, നമുക്ക് മൾട്ടി ടാസ്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടാവും. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവും, മറ്റൊരാൾക്ക് ചിലപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ടാവും, ചിലപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ ആ ടാസ്കുകളെല്ലാം മൾട്ടി ടാസ്കും കൈകാര്യം ചെയ്യാനുള്ള ഒരു ലക്ഷ്യം ഉണ്ടാകണം. പ്രയോറിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻതൂക്കം എന്തിനു കൊടുക്കണം, എന്തിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന്റെ ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്, അതേമാതിരി തന്നെ അതനുസരിച്ച് ആക്ടിവിറ്റീസിനെ ഷെഡ്യൂൾ ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ചെയ്യണം. അതായത് ആദ്യം ഡോക്ടറെ കാണണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എക്സ്റേയോ ബ്ലഡ് ചെക്ക് ചെയ്തതായിട്ട് റിപ്പോർട്ട് വെച്ചിട്ട് കാണണോ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡോക്ടറെ കാണാനായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ അവിടെ പോയി അത് ഇൻഫോം ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഷെഡ്യൂൾ ടാസ്ക് അവർക്ക് കാണേണ്ടതായിരിക്കണം. ദെൻ attention to deal നോക്കാം. Able to produce accurate and high quality work through concern for all areas involved. നമ്മൾ പറഞ്ഞു കുറെ ഒരു പേഷ്യന്റ് ചെന്ന് കഴിയുമ്പോൾ ആ ഡോക്ടറെ കണ്ട് അതുമായി ബന്ധപ്പെട്ട ചിലപ്പോ സ്കാനിങ് സെന്ററിലേക്ക് പോകും, ചിലപ്പോൾ ലാബിലേക്ക് പോകേണ്ടതുണ്ടാവും, അതല്ലെങ്കിൽ അവിടുന്ന് വീണ്ടും വേറെ എക്സ്റേയിലേക്ക്, ഇങ്ങനെ എവിടേക്കാണ് റെഫർ ചെയ്യുന്നത് ആ ഒരു ഇതിലേക്ക്. ആ ഏരിയാസ് ഒരുപാട് ഉണ്ടാവും. ചിലപ്പോ വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഡോക്ടറെ കണ്ട് ഫാർമസി കയറി മെഡിസിൻ ആർക്ക് പോകാവുന്ന കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ചില സമയങ്ങളിൽ ചില കാര്യങ്ങളും കൂടി ഏരിയാസ് കവർ ചെയ്യേണ്ടത് വരും. അപ്പൊ ഈ എല്ലാ ഏരിയകളിലേക്കും എന്ത് ചെയ്യണം, ഇതിനെ ഈ കോണ്ടാക്റ്റുകളും ഡീറ്റെയിൽസുകളും കളക്ട് ചെയ്യേണ്ടത് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ ഏബിൾ ടു പ്രൊഡ്യൂസ് ആക്യുറേറ്റ് ആൻഡ് ഹൈ, വളരെ കൃത്യമായിട്ടായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ക്വാളിറ്റി വർക്ക് ത്രൂ കൺസേൺ ഫോർ ഓൾ ഏരിയാസ് ഇൻവോൾവ്, എല്ലാ ഏരിയസിലേക്കും ഇൻവോൾവ് ചെയ്യണം അവരുടെ വർക്കുകൾ കൈകാര്യം ചെയ്യേണ്ടത്. വ്യത്യസ്ത നമ്മൾക്ക് കിട്ടുന്ന ഡ്യൂട്ടിക്ക് അനുസരിച്ചായിരിക്കും ഇതെല്ലാം കൈകാര്യം. ചിലപ്പോൾ ഒരു സ്പെസിഫിക് സ്ഥലത്തും കാര്യങ്ങൾ മാത്രം നമുക്ക് എന്താ പറയുന്നത് ചെയ്യരുതുണ്ടാവുള്ളൂ, ചിലപ്പോൾ ബില്ലിംഗ് സെക്ഷൻ അങ്ങനെ എന്തായിരിക്കും. പക്ഷെ ചില സമയങ്ങൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഓൾ ഏരിയാസ് കവർ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. ദെൻ കസ്റ്റമർ സർവീസ് സ്കിൽസ്,
able to develop a good customer relationship, focusing on achieving customer satisfaction. നമുക്കറിയാം എപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ് റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ഡ്യൂട്ടി. അപ്പോ അവരുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിലപ്പോണെങ്കിൽ ശ്രദ്ധ കൊടുത്ത് പറയേണ്ടത് വരും. ചിലപ്പോ നമ്മുടെ കഴിവുകൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വളർത്തി കൊണ്ടുവരേണ്ടതുണ്ടാകും. അതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മൾക്ക് ചിലപ്പോ ചില വ്യക്തികൾക്ക് ചില കഴിവുകൾ കൂടുതലായിരിക്കും അല്ലെ, ചില കഴിവുകൾ കുറവായിരിക്കും. പക്ഷെ നമ്മുടെ കഴിവ് എനിക്ക് ആ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണോ എല്ലാവരും ഇരിക്കുന്നത്? അല്ല, എനിക്ക് ആ കഴിവില്ലെങ്കിൽ ആ കഴിവും കൂടി നേടാനായിട്ട് നമ്മൾ ആ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കില്ലാത്ത കഴിവ് എന്താണോ അത് കൂടി നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കണം. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അടുത്തെന്ന് പറയുന്നത് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ഏത് രീതിയാണോ നമുക്ക് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും. ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് ടു മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾസ്. നമുക്കറിയാം നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികൾ ഡൈവേഴ്സ് പീപ്പിൾ തന്നെ വ്യത്യസ്ത രീതിയിലുണ്ടായിരുന്നു അല്ലെ. ചിലവർക്ക് നോളജ് കൂടുതൽ ഉണ്ടാവുമായിരിക്കും, അവർക്ക് കുറച്ച് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസ് അറിയാൻ മതിയായിരിക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം അവർക്ക് ഇൻഫോർമേഷൻസ് കൊടുത്താൽ മതിയായിരിക്കും. അതേസമയം ചിലർക്ക് എന്താ പറയാ നോളജ് ഉണ്ടാവില്ല, എന്തൊക്കെയാണ് എനിക്ക് ഈ ഇന്ന പ്രോബ്ലം എനിക്കുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്താ ചെയ്യേണ്ടതൊക്കെ ആയിരിക്കും നമ്മുടെ മുന്നിലുള്ള കസ്റ്റമർ ചോദിക്കുന്നത് അല്ലെ, പേഷ്യന്റ് ചിലപ്പോൾ ചോദിക്കുന്നത്. അപ്പൊ ഡൈവേഴ്സ് ആയിട്ടുള്ള പീപ്പിൾസിന് അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളെ നമ്മളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാനായിട്ട് ചേഞ്ചിങ് ഡിമാൻഡ്സ്, അവര് ഓരോ ഡിമാൻഡുകൾ വ്യത്യസ്തമായ ഡിമാൻഡുകളായിരിക്കും. അപ്പൊ മീറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് അനുസരിച്ച് ചിലപ്പോ നമ്മള് എന്താ പറയുന്നത് പറയില്ലേ, ചിലയിടത്ത് താഴേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് കഷ്ടമായിട്ടൊക്കെ സംസാരിക്കേണ്ട വരും. അതനുസരിച്ച് നമ്മുടെ ഇതിനനുസരിച്ച് മാറ്റേണ്ടി വരും. അഡ്ജസ്റ്റ് അപ്രോച്ച്, നമ്മുടെ അപ്രോച്ചുകളെല്ലാം മാറ്റേണ്ടി വരും. അതാണ് പറയുന്നത് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ അതിനോട് സൂട്ടായിട്ട് അപ്രോച്ചായിട്ട് പെരുമാറാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഡന്റിലിറ്റി. നോക്കുക, ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡന്റിലിറ്റി ആൻഡ് അഡർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയുന്ന വിശ്വസ്തത എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ മുമ്പിലിരിക്കുന്ന കസ്റ്റമറിനെ പേഷ്യന്റിന് നമ്മളെ ഒരു വിശ്വാസത്തിൽ എടുക്കാമെങ്കിൽ അല്ലെ, നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അവർക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കാനായിട്ട് നമുക്ക് കഴിവുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക എബിലിറ്റിയാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, പേടിക്കണ്ട മാം, ഇത് മാറിക്കോളും, അല്ലെങ്കിൽ ഇത് തന്നെ പ്രശ്നമില്ല, 2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിന് കുറഞ്ഞോളും, അങ്ങനെയൊക്കെ ഒരു കോൺഫിഡൻസ് വ്യക്തികൾക്ക് കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം കൊടുക്കാനുള്ള കഴിവ് ആർക്ക് റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇതാണ് സ്കില്ലില് പറയുന്ന കാര്യങ്ങൾ. എങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹലോ, മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എടുക്കുന്നത് തമ്പൊക്കെ കാണിക്കുന്നുണ്ട്. എനി ഡൗട്ട്സ്? കണ്ടിന്യൂ ചെയ്ത് പോക്കോട്ടെ. ഒന്ന് തമ്പ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ, 2-3 പേരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ യെസ് എന്ന് പറയുന്നുണ്ട്. മെസ്സേജ് നിങ്ങളുടെ മെസ്സേജും തമ്പുമാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്ക് എടുക്കാനുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അടുത്തത് പറയുന്നത് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽസ് ഇൻക്ലൂഡ്സ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് താഴെ കൊടുക്കുന്നത്. ടെലിഫോൺ ഇക്വേറ്റ്. When a patient calls in the way in which the front desk personnel handles the telephone call determine how the facility is perceived. നമ്മൾ നേരത്തെ ഈ വേർഡിന്റെ മീനിങ് കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവണം. അത് ഫോൺ കോൾ വിളിക്കുമ്പോഴുള്ള മര്യാദയാണ്. അത് പ്രത്യേകിച്ച് ഒന്നും അല്ലെ, നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇതാണത്. പക്ഷെ ഈ വേർഡ് മീനിങ് കിട്ടിയാൽ എറ്റിക്വേറ്റ് എന്ന് വെച്ചാൽ മര്യാദകൾ, ടെലിഫോൺ മര്യാദകൾ. അതായത് when a patient calls in the way in which the front desk വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേഴ്സണൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ടെലിഫോൺ കോളിൽ എന്തായിരിക്കും നന്നായിട്ട് നല്ല രീതിയിലുള്ള സൗകര്യങ്ങളെ കുറിച്ചൊക്കെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കണം. The medical officer receptionist must be a good listener and maintain confidentiality
ബിസൈഡ് ഹാവിംഗ് ഗുഡ് ഫോൺ മാനേഴ്സ്, നമ്മൾ നേരത്തെയൊക്കെ പറയണം. അത് തന്നെ അവരെ ലിസൺ ചെയ്യണം, അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൃത്യമായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കോൺഫിഡൻസും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന രീതിയിലും തന്നെയായിരിക്കണം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതിലെ പ്രത്യേകം 2 വിഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. എന്താണ്? ഡു ആൻഡ് ഡോൺസ് അല്ലെ, ഡസ് ആൻഡ് ഡോൺസ്. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക്. നമുക്കറിയാം എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ വിഷമിച്ചു അങ്ങനെയൊന്നും ആയിരിക്കരുത് സംസാരിക്കേണ്ടത്. എപ്പോഴെന്തായിരിക്കും പ്ലസന്റ് ടോക്ക്, അല്ല സന്തോഷത്തോടു കൂടി സംസാരിക്കാം. ദെൻ സ്പീക്ക് ക്ലിയർലി. നമ്മൾ സംസാരിക്കുന്നത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്ന ഭാഷയിലായിരിക്കണം, മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മുടെ സംസാരം കൊണ്ട് അവർക്ക് വ്യക്തമായ ഇൻഫോർമേഷൻസ് കിട്ടിയിരിക്കണം. എന്താ പറയുന്ന എല്ലാം മറുപടികളും കൃത്യമായിരിക്കണം. ദെൻ മേക്ക് ദം വെൽക്കം. അവർക്ക് എന്താ പറയുക, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫോൺ എടുക്കുമ്പോൾ തന്നെ മിക്കവാറും ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ ആയിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെ. വെൽക്കം ചെയ്യാൻ രീതിയിലുള്ളതായിരിക്കണം. ഇതെല്ലാം ചെയ്യേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ഡോൺസ്, ചെയ്യേണ്ടതാണ്. ഡിസ്ട്രാക്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫോൺ വരുമ്പോ തന്നെ എന്താ ഫോണത്തോട് ഭയങ്കര സമ്മതം. നമ്മളെക്കാൾ വിളിക്കുന്ന പേഷ്യന്റിനേക്കാളും പേടിച്ചുകൊണ്ട് എന്തൊക്കെയോ ബഹളം വെച്ചുകൊണ്ടുള്ള ഒരു സംസാര രീതിയാണ് വരുന്നത്. ഡിസ്ട്രാക്ട് എന്നൊക്കെ പറയുന്നത് സംഭ്രമത്തോടു കൂടി ആകുന്നത്. ഷൗട്ട് ഓർ വിസ്പർ. ഷൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ചയിട്ടുള്ള മറുപടികളൊന്നും പാടില്ല. ഒപ്പം വിസ്പർ. വിസ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായ കുശിക്കുന്ന രീതിയിലൊന്നും മനസ്സിലാവില്ല, എന്തോ പറയുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിലും ആകുന്നത്. ദെൻ ഹോൾഡ് ഫോർ ടു ലോങ്. ഒരിക്കലും കുറെ നേരത്തേക്ക് ഈ ഫോൺ എന്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെക്കരുത് അല്ലെ. നമുക്ക് നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കും എന്ന് പറയില്ല. നമ്മൾ ഫോൺ ചില ഹോസ്പിറ്റലിലേക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പല പ്രാവശ്യം വിളിച്ച് കുറെ നേരം വിളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഫോൺ കിട്ടുക. അതിനുശേഷം ഇങ്ങനെ ഫോൺ ചെയ്ത് വെക്കും. അപ്പൊ അത്തരത്തിലുള്ള ഓരോ രീതികളൊന്നും ഫോളോ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഡോൺസ് എന്ന് പറയുന്നത്, ചെയ്യരുതാത്തതായ കാര്യങ്ങൾ. നമുക്ക് സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ എങ്ങനെ നമുക്കിത്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഈ പാരഗ്രാഫിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരാം, അല്ലെങ്കിൽ ഇത്രയും സമയമേ ഉള്ളൂ. എന്തായാലും ഈ ഇന്നത്തോടുകൂടി എന്റെ ഫ്രണ്ട് ഓഫീസ് അവസാനിക്കാൻ നിങ്ങൾക്ക് ആ ഒരു ഫെസിലിറ്റി തരാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഹലോ, എല്ലാരോടും ഒന്നിച്ചാവരുത്. മാമിനി അടുത്ത ചാപ്റ്റർ ഏതാ മാമിനെ? ആ പറയട്ടെ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നുണ്ട്. അത് മാം അടുത്ത ചാപ്റ്റർ എടുക്കുന്നേ? നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ പറയാം. മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ്, ചാപ്റ്റർ 31 എന്നാണ് എനിക്ക് തന്നിരുന്നത്. നിങ്ങൾ ചാപ്റ്ററിന്റെ നമ്പർ നോക്കണ്ട. ചാപ്റ്റർ ഇതാണ്, മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ്. ക്ലിയർ ആണോ? ഹലോ മാം ഒന്നുകൂടി പറയോ? പറയാമോ? മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ്, അതാണ് നെക്സ്റ്റ് ചാപ്റ്റർ. ചാപ്റ്റർ 31 ആണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ എല്ലാവർക്കും കിട്ടിയില്ല? മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ്. ചാപ്റ്റർ 31 എടുത്ത നിങ്ങളുടെ മൊഡ്യൂളില് ചാപ്റ്റർ 31 എടുത്ത് കിട്ടുന്നുണ്ട് കുറെ പേരൊക്കെ. നിങ്ങളൊന്ന് നോക്കൂ. സ്പൈലേജ്, മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ് കിട്ടിയവരുണ്ട് കുറച്ച് പേർക്ക്. ക്ഷമയോടുകൂടി തന്നാൽ മതി, പതിയെ മതി. നെക്സ്റ്റ് ക്ലാസ്സിലല്ലേ. അപ്പം ഇന്നലത്തെ കാര്യങ്ങൾ തന്നെ നിങ്ങൾ നോക്കുക. ഇന്നലത്തെ എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുണ്ടോ? അത് ഞാൻ ഇങ്ങനെ തന്നെ ക്ലാസ് എടുത്ത് പോയാൽ മതിയോ? ഹലോ, ഇങ്ങനെ തന്നെ മതി.
ഒരു സ്പീഡ് കൂട്ടിയാൽ എങ്ങനെയുണ്ടാവും? ഓക്കെ ഓക്കെ, എന്നാ ഇങ്ങനെ തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കൂ. വേണ്ട, ഓക്കെ ഓക്കെ, ഇങ്ങനെ തന്നെ പോകാം. ഇന്നത്തെ ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹോസ്പിറ്റലിൽ ഫ്രണ്ട് ഓഫീസിലെ ഒരു ഇതാണ് ഞാൻ എടുത്തത്. ഇത് നിങ്ങൾക്ക് അത്യാവശ്യം മനസ്സിലായോ? ഇനി എക്സാം ടൈമിലൊക്കെ നോക്കാൻ പാടുള്ളൂ. അത്യാവശ്യം എന്താ പറയാ, വായിക്കുമ്പോ തന്നെ കിട്ടുന്ന രീതിയിൽ തന്നെ ആക്കി എടുത്തിട്ടില്ലേ നിങ്ങള്? എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഇതുകളുണ്ടെങ്കിൽ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഹലോ, മനസ്സിലായോ നിങ്ങൾക്ക് ക്ലാസ്? ഈ ഫ്രണ്ട് ഓക്കെ, അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. മാം, ഒരു ചാപ്റ്റർ കഴിഞ്ഞ എക്സാം ഉണ്ടോ? അത് ഇടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും ചിലപ്പം വെക്കാറുണ്ടാവും. അതിന്റെ പ്രത്യേക ഇൻഫോർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. എന്നാലും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള ആ ഒരു മെത്തേഡ് എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വൈസ് എനിക്ക് തോന്നുന്നു ഉണ്ടാവുന്ന തോന്നുന്നത്, പക്ഷെ ഫൈനൽ ഡിസിഷൻ ആകില്ല. ഓക്കെ, നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം, ഇവിടെ അതുകൊണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല ക്ലാസ് നേരെ. എന്നത്തെ ക്ലാസ്? എന്റെ ക്ലാസ് റൂമിൽ നോക്കിയിട്ട് എന്തായാലും വരും അത്. അപ്പൊ ക്ലാസ് റൂമിൽ ഇരുന്ന് കേൾക്കാൻ പറ്റും. ക്ലാസ് റൂമിൽ നെക്സ്റ്റ് ഡേയില് നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ പറ്റും. ഓക്കെ മാം. ഇതിന്റെ മോക്ക് ടെസ്റ്റ് ഒന്നും ഉണ്ടാവൂലേ? ഉണ്ടാവും. നമുക്ക് എന്തായാലും ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അയക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു മാം. ഓക്കെ മാം. അപ്പൊ ഈ ഫ്രണ്ട് ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഫ്രണ്ട് ഓഫീസ് ഓപ്പർച്യൂണിറ്റീസ് വരികയാണെങ്കിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടുകൂടി ഇരിക്കുക. കാരണം നമ്മൾക്ക് ഡ്യൂട്ടി, നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് അറിയില്ലല്ലോ. ചിലപ്പോ ഈ ഹോസ്പിറ്റൽ ഏരിയ എവിടെ, മിക്കവാറും ഹോസ്പിറ്റലിൽ വന്നാലും നമ്മൾ എവിടെ വന്നാലും നമ്മള് ഡ്യൂട്ടി എപ്പോഴും എക്സ്പീരിയൻസ് നേടുക എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പരമാവധി നേടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞ ഓഫീസിൽ വരുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മൾ എടുത്തത് മൊത്തം. അപ്പൊ അത് വളരെ രീതിയിൽ, നല്ല രീതിയിൽ തന്നെ എവിടെ ജോലി ചെയ്യുമ്പോഴും നമ്മൾ അതിന്റെ ആ പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായിട്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഇത് വായിക്കുമ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നില്ലേ? ഈ ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്, ആലോചിച്ച് വെക്കേണ്ടതാണ് എന്നൊക്കെ നമുക്കൊരു ഇത് വരുന്നില്ലേ? ആ ഒരു ലെവലിലേക്ക് നമ്മള് ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കോൺഫിഡൻസോട് കൂടി ഇരിക്കുക. പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മള് ചെയ്യാനുള്ള ഒരു മെന്റലായിട്ടുള്ള കോൺഫിഡൻസ് കൂടി നേടിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം ഇന്നത്തെ ക്ലാസ്. ഡൗട്ട് ഒന്നുമില്ല എങ്കിൽ നമുക്ക് പറഞ്ഞോളൂ. CRM സോഫ്റ്റ്വെയർ സാമ്പിൾ ഇല്ലേ, അതൊന്ന് പറഞ്ഞു തരുമോ? അറിയാമോ? സോഫ്റ്റ്വെയർ സാമ്പിൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് വെരി ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കാണിച്ചിട്ടില്ല. എങ്കിലും നമുക്ക് മനസ്സിലാവാം അതിൽ എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നതെന്ന്. നോക്കാം. CRM സോഫ്റ്റ്വെയർ സാമ്പിൾ കണ്ടോ? ഇതില് നമ്മളോട് ശരിക്കും ഈ സോഫ്റ്റ്വെയർ വരുമ്പോൾ ഒരു പേഷ്യന്റ് നമ്മൾ മുമ്പിൽ വരുമ്പോൾ നമ്മളോട് പേര് ചോദിക്കും. ഒപ്പം തന്നെ അവരോട് എന്താ ഏത് മെയിലാണോ ഫീമെയിലാണോ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ ഓൾറെഡി ടൈപ്പ് ചെയ്ത് പോകും അല്ലെ? ഡേറ്റ് ചോദിക്കും, ദെൻ അഡ്രസ് ചോദിക്കും, സിറ്റി ചോദിക്കും, സ്റ്റേറ്റ് ചോദിക്കും, പിന്നെ അവരുടെ OPD ടിക്കറ്റ് നമ്പറുകൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെയായിരിക്കും നമുക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇതിനൊക്കെ ഉണ്ടാവുള്ളൂ. ആക്ച്വലി ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് റൺ ചെയ്തു പോകും. ഇതൊക്കെ തന്നെയായിരിക്കും ഒരു ഇതില് ഫ്രണ്ട് ഓഫീസിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഒക്കെ അഡപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിരിക്കും. അപ്പൊ ആ സോഫ്റ്റ്വെയറിൽ ആദ്യം ഇതൊക്കെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന 1-2 ദിവസത്തെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് അവരെ വീണ്ടും നമ്മൾക്ക് താഴേക്ക് ഇതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ അവരൊക്കെ ഒരു സെപ്പറേറ്റ് ഇത് ചെറുതായിട്ട് ഷോർട്ടായിട്ട് കൊടുത്തേക്കുന്ന ഡേറ്റും കാര്യങ്ങളൊക്കെ.
അപ്പൊ അതനുസരിച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. ഇത് ഇങ്ങനെ ഒന്ന് കണ്ട ഓരോ ആരോ മാർക്സ് ഉണ്ട്. ഈ ആരോ മാർക്ക് അനുസരിച്ച് കൊണ്ട് അതിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളും ഡേറ്റുകളൊക്കെ വരും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി പിന്നെ അത് സേവ് ആയി പോകും. അങ്ങനെ ഇതിലുള്ള ഡീറ്റെയിൽസ് മാത്രം നമ്മൾ ഈ CRM സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ടോ അത് മാത്രം നമ്മൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കളക്ട് ചെയ്യാം, അത് അവസാനിപ്പിക്കാനും പറ്റും. ഓക്കെ, മനസ്സിലായോ ആ ഒരു സാമ്പിൾ ചോദിച്ചത്? ഓക്കെ മാം, താങ്ക് യു. ഇനി എന്തെങ്കിലും ഒന്നും പ്രത്യേകിച്ചില്ലെങ്കിൽ ഞാൻ ക്ലോസ് ചെയ്തേ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് സ്പൈലേജ് വേസ്റ്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഓക്കെ, ബൈ. ഓക്കെ മാം, ബൈ. താങ്ക് യു.